ലെറ്റ് us ടോക്ക് അബൌട്ട് ദ എലിഫൻറ്റ് ഇൻ ദ റൂം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് എസ്പെഷ്യലി വീട്ടിലിരുന്ന് വൈഫൈയിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ആഡ്സ് നിങ്ങൾ കാണുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്കത് പലവട്ടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മോർ ടുവേർഡ്സ് പ്രൈവസി സെൻട്രിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും സെറ്റപ്സും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പൈഹോൾ എന്നൊരു ആപ്ലിക്കേഷനാണ്. പൈഹോൾ ആപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിൽ നെറ്റ്വർക്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ബിക്കോസ് എൻ്റെ വീട്ടിൽ ഒരുപാട് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ്, വീടിൻ്റെ പുറത്തുള്ള സെക്യൂരിറ്റി ക്യാമറ, പിന്നെ ഈവൻ എൻ്റെ കൂളർ, ഹ്യൂമിഡിഫയർ എല്ലാം ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. സോ ഇതെല്ലാം വന്നിട്ട് ഈ ടെലിമെട്രി ഡാറ്റയും നമ്മുടെ യൂസേജ് ഡാറ്റയും ഒക്കെ കറക്കുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടി വി, സ്മാർട്ട് ടി വിസ് വന്നിട്ട് ഒരുപാട് ഡാറ്റ അവരുടെ മാനുഫാക്ചറേഴ്സിന് അയക്കുന്നുണ്ട്. സോ ഇതൊക്കെ വന്നിട്ട് ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സിനും ട്രാക്കിങ്ങിനും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ടാണ് ഈ പൈഹോൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് യൂസ് ചെയ്തത്. സോ പൈഹോൾ യൂസ് ചെയ്യുമ്പോൾ എന്നിട്ടും എനിക്ക് ചില അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വളരെ ടാർഗറ്റഡ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നോക്കുമ്പോൾ ഈ പൈഹോൾ പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പല ഡൊമൈൻസും വന്നിട്ട് അലോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ ഇൻക്രിമെൻ്റലായിട്ട് പൈഹോളിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നുണ്ടായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് വിത്ത് ഹെൽപ്പ് ഓഫ് AI. ഓക്കെ, സോ ഫസ്റ്റ് പൈഹോൾ എന്താണ് എന്ന് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പൈഹോളിനെ പറ്റിയിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. സോ ഇതിനകത്തുള്ള ഓരോ ഈ വീഡിയോ ഞാൻ ചാപ്റ്റർ വൈസ് പിരിച്ച് ടൈം സ്റ്റാമ്പ്സ് താഴെയിട്ടേക്കാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന പാർട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് പൈഹോൾ ആൻഡ് വാട്ട് ഇറ്റ് ഡസ്. ഓൾറൈറ്റ്, ഇത് സെക്യൂരിറ്റി ഓർ പ്രൈവസി സെൻട്രിക് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. സോ ഇതിൻ്റെ ഒരു ടോപ്പോളജി എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ വീട്ടിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് റൗട്ടറുണ്ട്. ആ റൗട്ടർ വഴിയായിരിക്കും നമ്മുടെ ഇൻ്റർനെറ്റ് ട്രാഫിക് എല്ലാം പുറത്തോട്ട് പോകുന്നത്, ഇൻ്റർനെറ്റിലേക്ക് പോകുന്നത് അല്ലേ. സോ എൻ്റെ ഈ ഐഡിയയിലുള്ള ഈ പൈഹോൾ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവറാണത്. ആ സെർവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസിലോ അല്ലെങ്കിൽ ഈവൻ റാസ്ബെറി പൈയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ റാസ്ബെറി പൈയിൽ പൈഹോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസസ് എല്ലാം ഈ പൈഹോൾ സെറ്റപ്പിലേക്കായിരിക്കും റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഈ പൈഹോളിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ലിസ്റ്റ് ഓഫ് ബ്ലോക്ക്ഡ് ഡൊമൈൻസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. സോ വരുന്ന റിക്വസ്റ്റ് ആ ബ്ലോക്ക്ഡ് ഡൊമൈൻസിലേക്കാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് ബ്ലോക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് റൗട്ടറിലേക്ക് വിടുള്ളൂ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഈ ട്രാക്ക് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് സെർവ് ചെയ്യുന്ന അതുപോലത്തെ ഡൊമൈൻസ് എല്ലാം നമുക്ക് നെറ്റ്വർക്കിനകത്ത് വെച്ച് തന്നെ ബ്ലോക്ക് ആകും, നമ്മുടെ റൗട്ടർ വരെ പോലും എത്തില്ല. സോ അതാണ് ഈ പൈഹോൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ അൺബൗണ്ട് എന്ന് പറയുന്നത് ഒരു റിക്കേഴ്സീവ് ഡൊമൈൻ സെർവറാണ്, DNS സെർവറാണ്. അതായത് സാധാരണ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇൻ്റർനെറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നമ്മൾ ഗൂഗിൾ DNS അല്ലെങ്കിൽ ISPയുടെ തന്നെ DNS ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിക്വസ്റ്റ് വിടുന്നു, ആ റിക്വസ്റ്റ് IP റിസോൾവ് ചെയ്യാനായിട്ട് ഒരു DNS റിസോൾവറിലേക്ക് പോകും. സോ ഗൂഗിളിൻ്റെ ആണെങ്കിൽ 8.8.8.8 അല്ലെങ്കിൽ 8.8.4.4, ക്ലൗഡ് ഫ്ലെയറിൻ്റെ ആണെങ്കിൽ 1.1.1.1 അങ്ങനത്തെ IPS ഒക്കെ ആയിരിക്കും നമുക്ക് DNS സെർവേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ പൈഹോൾ സെറ്റപ്പിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് വിടില്ല. ഈ അൺബൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മുടെ DNS റിസോൾവറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ DNS റെസൊല്യൂഷനും DNS ബ്ലോക്കിങ്ങും ഒക്കെ നമ്മുടെ ഹോം നെറ്റ്വർക്കിനകത്ത് വെച്ച് തന്നെ കഴിഞ്ഞിട്ട് ഫിൽറ്റേർഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് മാത്രമേ റൗട്ടർ വഴി ഇൻ്റർനെറ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ, സോ ഫോർ ഗുഡ്. ഇപ്പോൾ പൈഹോൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇത് പൈഹോളിൻ്റെ വ്യൂ ആണ്. സോ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഉള്ള ഡിവൈസസിൽ നിന്ന് കഴിഞ്ഞ 24 മണിക്കൂറിൽ പോയിട്ടുള്ളത് ഓൾമോസ്റ്റ് 2,40,000 റിക്വസ്റ്റാണ്. 21 ഡിവൈസസ് ഉണ്ട് വീട്ടിൽ. സോ ഇതിൽ നിന്നെല്ലാം ഇത്രയും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ആ പോകുന്ന 2.5 ലക്ഷത്തിൽ
72% റിക്വസ്റ്റും ഈ ട്രാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റാണ്. അതുകൊണ്ടാണ് is it this right? Percentage blocked is 72.4. That is insanely high. Okay. സോ എൻ്റെ ഡൊമൈൻ ബ്ലോക്ക് ലിസ്റ്റിലുള്ളത് ഓൾമോസ്റ്റ് 10 ലക്ഷം ഡൊമൈൻസ് വന്നിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഞാൻ മാനുവലായിട്ട് ആഡ് ചെയ്യേണ്ട. ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പൈഹോളിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി ഹൗ ടു സെറ്റപ്പ് എ പൈഹോൾ ഫ്രം ദ സ്ക്രാച്ച്. ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഓക്കെ. സോ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. വരുന്ന റിക്വസ്റ്റുകളിൽ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് പോകുന്നത് എത്രയാണ് അപ്സ്ട്രീം സെർവറിലേക്ക് പോകുന്നത്, എത്ര ക്യാഷ് ചെയ്ത് വെച്ചതിന് റിസോൾവ് ആവുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ. സോ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് ബ്ലോക്ക്ഡ് ഡൊമൈൻ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെയും പിന്നെ ഉണ്ടാവും ബഗ്സ്നാഗ്, ഇതൊക്കെ എന്താണെന്ന് പോലും ഒരു പിടിയില്ല. ആപ്പിളിൻ്റെ ഉണ്ട്. സോ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ്. പെർമിറ്റഡ് ഡൊമൈൻസ് ഇതൊക്കെയാണ്. ഫെയർ ഇനഫ്. സോ ഇവിടെ എന്താണ് ഇപ്പോൾ കുഴപ്പം, എന്തിനാണ് ഞാനിപ്പോൾ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്നല്ലേ. ഈവൻ ദോ ഈ 72% ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അലോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഡൊമൈൻസ് ഉണ്ടല്ലോ, അതിനകത്തും പലതും ട്രാക്കിംഗ് ആൻഡ് അഡ്വർടൈസിങ് ഡൊമൈൻസ് ആണ്. സോ അവയെ എങ്ങനെ നമ്മൾ ക്യാച്ച് ആൻഡ് കിൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. ഓക്കെ. സോ ലെറ്റ് us മൂവ് ഇൻ ടു ദ തേർഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ഇവിടെയാണ് എൻ്റെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടൂളാണിത്. സോ പൈഹോളിൻ്റെ ഒരു സൈഡ് കാറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് പൈഹോൾ വേണം, പൈഹോളിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല ഇത്, പൈഹോളിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ പൈ തിന്നാനുള്ളതായതുകൊണ്ട് ഞാൻ ഡോനട്ടും തിന്നാനുള്ള ഒരു സാധനം തന്നെ എടുത്ത് അതിനൊരു ഹോളുണ്ട് ഇതിനൊരു ഹോളുണ്ട്. സോ ഡോനറ്റ് ഹോൾ. സോ അതാണ് ഞാൻ പേരിട്ട്. ദിസ് ആപ്ലിക്കേഷൻ ഈസ് സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ്, സോ വി ക്യാൻ ഡിസൈഡ് ഇൻ ഫ്യൂച്ചർ ഓൾസോ. സോ എങ്ങനെയാണ് ഈ ട്രാക്കിംഗ് ആൻഡ് ഓൺലൈൻ ആഡ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിവൈസസിനെ കൺട്രോൾ തിരിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തത്. പൈഹോൾ നന്നായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ അറിയാവുന്ന ഡൊമൈൻസ് ആണെങ്കിൽ അവൻ ബ്ലോക്ക് ചെയ്യും. ഇത് ബ്ലോക്ക് ചെയ്യേണ്ട ഡൊമൈനാണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ പൈഹോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. സോ ആ പാർട്ടിൽ നമുക്ക് യാതൊരു അച്ചവുമില്ല. ഐ മീൻ ലൈക്ക് ദർ ആർ നോ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദാറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈഹോളിന് അറിഞ്ഞൂടാത്തതിനെ അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. സോ അതിനെ പഠിപ്പിക്കാനുള്ളൊരു സംവിധാനമാണ് നമ്മളുണ്ടാക്കുന്നത്. സോ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം സംഭവമാണ്. ഇതാണ് എൻ്റെ പഴയ സെറ്റപ്പ്. പൈഹോൾ ആൻഡ് അൺബൗണ്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ പുതിയൊരു റിക്വയർമെൻറ്റ് ഞാനായിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ട്രാക്കേഴ്സ്, ആഡ് നെറ്റ്വർക്ക്സ് ആൻഡ് ടെലിമെട്രി സെർവേഴ്സ് വിച്ച് ആർ സ്റ്റിൽ ബീങ് അലൗഡ് ബൈ ദ പൈഹോൾ. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് ഡോനറ്റ് ഹോൾ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ will sit besides the പൈഹോൾ ആൻഡ് എവറി ഫ്യൂ മിനിറ്റ്സ് ഈ പൈഹോൾ വന്നിട്ട് ഡോനറ്റ് ഹോൾ വന്നിട്ട് പൈഹോളിൻ്റെ ഒരു API ഹിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ലാസ്റ്റ് ഫോർ എക്സ് എമൗണ്ട് ഓഫ് ടൈം ഏതൊക്കെ ഡൊമൈൻസ് ആണ് അലോ ചെയ്തത് എന്ന് റിക്വസ്റ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക് എ റെസ്പോൺസ് ആൻഡ് ആ വന്ന റെസ്പോൺസിലുള്ള അലൗഡ് ആയിട്ടുള്ള ഡൊമൈൻസിനെ ഒരു LLM-ലേക്ക് അയച്ചു കൊടുത്ത് അതിനെ ക്ലാസിഫൈ ചെയ്യിക്കും. ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആഡ് വരും, ട്രാക്കേഴ്സ് വരും, മലീഷ്യസ് ആയിട്ടുള്ള സൈറ്റ്സ് വരും, ഫിഷിംഗ് സൈറ്റ്സ്, പോൺ സൈറ്റ്സ്. ബിക്കോസ് ഹോം നെറ്റ്വർക്കിനകത്ത് പോൺ സൈറ്റ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ റൈറ്റ്, ബിക്കോസ് കുട്ടികളുണ്ടാവും. സോ ആക്സിഡൻ്റൽ എക്സ്പോഷേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സൈറ്റ്സ്, പ്രോപ്പർ വെബ്സൈറ്റ്സ്, അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ദാറ്റ്സ് എ ലെജിറ്റിമേറ്റ് വെബ്സൈറ്റ്, അതിനെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ അതുപോലത്തെ വെബ്സൈറ്റ്സ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ എല്ലാത്തിനെയും ക്ലാസിഫൈ ചെയ്ത് വെക്കും. ക്ലാസിഫൈ ചെയ്തിട്ട് ഇതെന്താ ചെയ്യുന്നത് ഹ്യൂമൻ ഇൻ ലൂപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഇറ്റ് വിൽ പ്രസൻറ്റ് ടു യു വെദർ യു വാണ്ട് ടു ബ്ലോക്ക് ഇറ്റ് ഓർ നോട്ട് ആൻഡ് യു ക്യാൻ ടേക്ക് എ കോൾ ഓൺ വെദർ ടു ബ്ലോക്ക് ഇറ്റ് ഓർ നോട്ട്. സോ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു ഒരു സ്പെസിഫിക് ലിങ്ക് ഞാൻ /gravity എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഞാൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രാവിറ്റി ലിങ്കിനെ തിരിച്ച് പൈഹോളിലേക്ക് തന്നെ ലിങ്ക് ചെയ്ത് കൊടുത്താൽ പൈഹോൾ വിൽ ഗെറ്റ് ദ അപ്ഡേറ്റഡ് ബ്ലോക്ക് ലിസ്റ്റ് ഫ്രം ഡോനറ്റ് ഹോൾ. ആൻഡ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതും അല്ല അപ്രൂവ് അലോ ചെയ്യാനായിട്ട് വെക്കുന്നതായിട്ടുള്ള ഡൊമൈൻസ് ഒക്കെ പൈഹോൾ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. ഇതാണ് ദ കോർ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ സ്റ്റാക്ക് ഓർ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ എപ്പോഴും വന്നിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് മാത്രമേ റിക്വസ്റ്റ് വിടുന്നുള്ളൂ. യൂസറിന് ബാക്ക് എൻഡുമായിട്ടൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ യൂസർ ഫ്രണ്ട് എൻഡ് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡാഷ്ബോർഡ് കാണിക്കും. ആ ഡാഷ്ബോർഡിനകത്ത് യു ക്യാൻ ആക്ച്വലി ക്ലിക്ക് ആൻഡ് സ്റ്റാർട്ട് എ സ്കാൻ ഓർ എവറി 5 minutes വന്നിട്ട് പൈഹോളായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റ് എടുക്കും. സോ അത് ഞാൻ ആ ആപ്ലിക്കേഷൻ ഡെമോ ചെയ്ത് തരാം. ബട്ട് ജസ്റ്റ് ഫോർ ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുകയാണ്. സോ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡിലേക്ക് റിക്വസ്റ്റ് വിടുന്നു. ബാക്ക് എൻഡ് റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഓഫ് ഡൊമൈൻസ്, അലൗഡ് ഡൊമൈൻസിൻ്റെ ലിസ്റ്റ് ബാക്ക് എൻഡിന് കൊടുക്കും. ബാക്ക് എൻഡ് അതിനെ LLM കൊടുത്ത് ദാറ്റ് ക്യാൻ ബി ഏതർ ലോക്കലി റണ്ണിങ് ഒലാമ അല്ലെങ്കിൽ LM സ്റ്റുഡിയോ പോലത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ എയിലോ അല്ല ഓപ്പൺ കോഡ് സെൻ ഉണ്ടല്ലോ, അവരുടെ ഫ്രീ സർവീസിലോ ഒക്കെ കൊടുത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ക്ലാസിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസിഫൈഡ് ഡേറ്റ ഈ ഒരു പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസ് ഉണ്ട്, ആ ഡേറ്റാബേസിനകത്തോട്ട് കൊണ്ടുവയ്ക്കും. ഓക്കെ, മീൻ വൈൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വരുന്ന ഡേറ്റ ഈ LLM വന്നിട്ട് ഒരു റീസണിങ് കൊടുക്കും. ഇപ്പോൾ DoubleClick.net എന്ന് പറയുന്ന ആഡ് സൈറ്റാണത് എന്തുകൊണ്ട് അത് ആഡ് സൈറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തെന്നുള്ളതിനൊരു റീസണിങ് LLM തരും. ആ റീസണിങ്ങും ആ ഡൊമൈൻ നെയിമും ഒരു എംബഡിങ്ങിലോട്ട് വിട്ടിട്ട് ആ എംബഡഡ് ആ വെക്ടറും വന്നിട്ട് പോസ്റ്റ്ഗ്രസിൽ സേവ് ചെയ്യുന്നുണ്ടാവും. സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് വെബ്സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് എങ്ങനെയാണ് കോൾ എടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതൊക്കെയാണ് എന്നറിയാനായിട്ട് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ എംബഡിങ്ങും വെക്ടർ സേവിങ് ഒക്കെ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിനകത്ത് യു ക്യാൻ ബ്ലോക്ക് ഓർ അലൗ വെബ്സൈറ്റ്സ്. ആൻഡ് ആ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ലിങ്ക് അപ്ഡേറ്റ് ആവും. പൈഹോൾ വിൽ ബി നോട്ടിഫൈഡ് അബൌട്ട് the updated block list, and from the next time Pi-hole will block it. So ഇത് വന്നിട്ട് ഇൻക്രിമെൻ്റലി നടക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, സെറ്റ് ദാറ്റ് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. I'll show you the application how it looks like. സോ ഇത് ഞാൻ എൻ്റെ ലോക്കൽ ഡോക്കറിലാണ് റൺ ചെയ്യുന്നത്. സോ ഇഫ് യു സി ഈ സ്റ്റാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക് എൻഡ് ഉണ്ട്, ഡേറ്റാബേസ് ഒരു പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസ് ഉണ്ട്, ഒരു ഫ്രണ്ട് എൻഡ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഡെവലപ്മെൻറ്റ് ടൈമിൽ എനിക്ക് ഡേറ്റ നോക്കാനായിട്ട് ഞാൻ ഒരു PG admin കൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ഈസ് നോട്ട് നെസസറി ഫോർ യൂസേഴ്സ്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ നോ സ്പെസിഫിക് പർപ്പസ് ഫോർ ദാറ്റ്. ഒരു ഹോം യൂസറിന് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോറി. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഡാഷ്ബോർഡ്. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ഡൊമൈൻസിനെ ഇതുവരെ സ്കാൻ ചെയ്തു, അതിലെത്ര എണ്ണത്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം ഇനിയും പെൻഡിങ് റിവ്യൂ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ബേസിക് ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ സ്കാൻ ചെയ്ത വെബ്സൈറ്റുകൾ, ഇതുവരെ ക്ലാസിഫൈ ചെയ്ത വെബ്സൈറ്റ്സ് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവയാണ് എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ടു കിക്ക് ഓഫ് എ ന്യൂ scan, you just need to hit this scan Pi-hole and it will kick off a scan. Okay, successfully scan ചെയ്ത് കഴിഞ്ഞു, ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞത്. റൈറ്റ്, ഈ ഡൊമൈൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനി പെൻഡിങ് റിവ്യൂ എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ എന്തൊക്കെ കാറ്റഗറീസ് ആണെന്നുള്ളത് ഇവിടെ കാണാം. ആഡ്സ് ആയിട്ട് എന്തൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ട്രാക്കേഴ്സ്, പോൺ സൈറ്റ്സ്, മലീഷ്യസ്, ഫിഷിംഗ്, ആംബിഗ്യസ് എന്ന് വെച്ചാൽ എക്ക് ഇനിയും അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ആംബിഗ്യസ് എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടേക്കും. ആൻഡ് ലെജിറ്റിമേറ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷുവർലി അതൊരു നല്ല സൈറ്റാണ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഈ ഒരു സ്ക്രീനിൽ എന്തൊക്കെയാണ് വേറെ നുവാൻസസ് ഉള്ളതെന്ന് പറയാം. ഇപ്പോൾ ഒരു ഇതിനെ ട്രാക്കറായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സോ ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണിത് ട്രാക്കർ എന്ന് പറയുന്നത്? ഡൊമൈൻ അപ്പിയേഴ്സ് ടു ബി പാർട്ട് ഓഫ് അനലിറ്റിക്സ് സർവീസ് ഓഫ്റ്റൺ യൂസ് ഫോർ ട്രാക്കിംഗ് യൂസർ ബിഹേവിയർ ആൻഡ് ഡാറ്റ കളക്ഷൻ. പേരിൽ തന്നെ അത് ക്ലിയർ ആണ്, analytics.somedomain.com, റൈറ്റ്? സോ ഇതിന് കോൺഫിഡൻസ് 85% എന്നാണ് AI LLM പറയുന്നത്. ആൻഡ് ഏതെല്ലാം വെച്ചിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത് എന്നുള്ളത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടേക്കും. ഇപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളത് ചിലവ് വാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് GPT-4 മിനി യൂസ് ചെയ്തത്. ബിക്കോസ് ആൾമോസ്റ്റ് 1 മില്യൺ ടോക്കൺസിന് എനിക്ക് 2 സെൻറ്റോ 3 സെൻറ്റ് എന്തോ ആവുള്ളൂ. സോ വലിയ ചിലവില്ല ഇതിന്. ഫ്രീ മോഡൽസ് ഉണ്ട്, പക്ഷേ അത് എത്ര ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്നത് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഇതിലോട്ട് ഇട്ടത്. ഇനിയും കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വേണമെങ്കിൽ ഇത്തിരി കൂടി പവർഫുൾ ആയിട്ടുള്ള LLMസിലേക്ക് വിടാം. ഇപ്പോൾ ക്ലൗഡിലോട്ടൊക്കെ വിടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗിവ് യു എ ബെറ്റർ വൺ. ഓപ്പോസിലോട്ടൊക്കെ വിട്ടാൽ നല്ല ഇനിയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. പക്ഷേ ക്ലൗഡ് ഈസ് ടു എക്സ്പെൻസീവ്, ദാറ്റ്സ് വൈ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡൊമൈനിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതുവരെ എത്ര ക്വയറി പോയിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യും. സിമിലർ ഡൊമൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈ ഡൊമൈനും ഒക്കെ ട്രാക്കറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതും ഒക്കെ AI ട്രാക്കിംഗ് ഡൊമൈനായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത് ജസ്റ്റ് ഈ ഡൊമൈൻ നെയിമോ അല്ല ഒരു ട്രാക്കർ എന്ന് പറഞ്ഞത് വെച്ചിട്ടല്ല ഇത് പറയുന്നത്. പകരം ഈ റീസണിങ് കൊടുക്കുന്നില്ലേ, ആ റീസണിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ സിമിലാരിറ്റി അളക്കുന്നത്. സോ അതിനാണ് ഞാൻ ആ വെക്ടർ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനിയിപ്പോൾ ബ്ലോക്കിംഗ് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഒരു സിംഗിൾ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ബ്ലോക്ക് ആവും. ഓക്കെ, ഇനി അതല്ല, ഇപ്പോൾ കുറേ ഡൊമൈൻസ് ഉണ്ട്, ഇതെല്ലാത്തിനും എനിക്ക് ഒറ്റയടിക്ക് പിടിച്ച് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ആൾ കൊടുക്കാം. ബട്ട് ഇറ്റ്സ് അപ് ടു യു. ലൈക്ക് ഈ ടൂളിനെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബ്ലാങ്കറ്റായിട്ട് ബ്ലോക്ക് അടിക്കേണ്ടത്. ഓക്കെ, സോ ടേക്ക് എവറിത്തിങ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ യൂഷ്വലി വന്നിട്ടൊരു 80% മുകളിൽ കോൺഫിഡൻസ് AI തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 85% കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ച് ബ്ലോക്ക് ചെയ്താൽ all these will be blocked, റൈറ്റ്? ഇപ്പോൾ ഞാൻ മൂന്നാമതൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇതിൻ്റെ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൈഹോളിനകത്ത് നമ്മളിപ്പോൾ പോയി നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പല ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സായിട്ട് കിട്ടുന്ന കുറേ ഗ്രാവിറ്റി ലിങ്ക്സ് ഉണ്ട്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ലിസ്റ്റുകളാണ്. ഈ സ്റ്റീവൻ ബ്ലാക്ക് എന്ന് പറയുന്ന ആളുടെയൊക്കെ അടിപൊളി ലിസ്റ്റാണ്. വളരെ ഭയങ്കര ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ലിസ്റ്റാണിത്. ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ അപ്ഡേറ്റിംഗ് ഓൾസോ. സോ അതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഡോനട്ട് ഹോളിൻ്റെ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ നാവിഗേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിൽ ലാൻഡ് ആവും. സോ ഈ കാണുന്ന ഈ ഗ്രാവിറ്റി ഫീഡ് എന്ന് പറയുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്കിനകത്ത് നിന്ന് ആണ് പൈഹോൾ അതിനാവശ്യമുള്ള ലിസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പൈഹോളിനകത്ത് കൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇട്ടിട്ട് ആഡ് ബ്ലോക്ക് ലിസ്റ്റ് കൊടുത്താൽ മതി. അത് ഇതുപോലെ ഒരു ലിങ്കിലേക്ക് സേവ് ആകും. ഇതെൻ്റെ മറ്റൊരു ഹോം സെർവറിൽ ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ആപ്ലിക്കേഷനാണ്. സോ അവിടെ നിന്ന് പൈഹോൾ വന്നിട്ട് അവനാവശ്യമുള്ള ലിസ്റ്റ് എടുത്ത് തുടങ്ങും. ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് 11 hours ago ആണ്. 131 ലിങ്ക്സ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് പൈഹോളിലേക്ക് ഈ ലിങ്കിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, പൈഹോളിനകത്തൊന്നും ചെയ്യാനില്ല. എവറി നൗ ആൻഡ് ദെൻ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഡൊമൈൻസ് നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് ബ്ലോക്ക് ചെയ്യേണ്ടതിനെ ബ്ലോക്ക് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. പൈഹോൾ സൈഡിൽ പൈഹോൾ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഫെയർ ഇനഫ്. ആൻഡ്
അടുത്ത വേറൊരു ഒരു ചെറിയൊരു ഫീച്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇത് എത്ര അതായത് നമ്മൾ ഈ AI യൂസ് ചെയ്യുന്നില്ലേ, LLM ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എത്ര കോസ്റ്റ് ആകുന്നുണ്ട് എന്ന് അറിയാനാണ്. സോ ദർ ആർ സം പ്ലേസസ് വേർ യു പേ പെർ കോൾ. ഓക്കെ, ഓരോ കോളിനും നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്ന പോലത്തെ സെറ്റപ്സ് ഉണ്ടാവും. സോ അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തത്. പക്ഷേ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഫ്രീ ടൂളാണ്. ഈ മിനിമാക്സ് എന്ന് പറയുന്നത് ഓപ്പൺ കോഡ്സ് എൻ്റെ മിനിമാക്സ് M2.5 ഫ്രീ വെർഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ കുറേ ദിവസം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെവലപ്മെൻറ്റ് ടൈമിലൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ടോക്കണും കോസ്റ്റും ഒന്നും പോപ്പുലർ ആയിട്ടില്ല. ബട്ട് ഞാൻ വേറെ ഒരു ടൂൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്കൺസും അപ്ഡേറ്റ് ആവും, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോസ്റ്റും അപ്ഡേറ്റ് ആവും. സോ ദാറ്റ് വേ യു കൈൻഡ് ഓഫ് നോ ഹൗ മച്ച് യു ആർ സ്പെൻഡിങ് ഓൺ ദീസ് കോൾസ്. Okay, because at the end of the day it all boils down to money, right? So അതാണ് ഇവിടെ ചെയ്യുന്നത്. പെർ ഡേ ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്താൽ ഇതുപോലെ മാറുമല്ലോ. സോ അതൊക്കെ ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഏത് പ്രൊവൈഡറാണ് നമ്മൾ യൂസ് ചെയ്തത്, ഏത് മോഡലാണ് നമ്മൾ യൂസ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ, ആൻഡ് അറ്റ് ദ എൻഡ് വി ഹാവ് സംതിങ് കോൾഡ് സെറ്റിങ്സിനകത്ത് നമ്മൾ എല്ലാം പ്രൊവൈഡറിൻ്റെ കീ മാസ്ക് ചെയ്താണ് കാണിക്കുന്നത്. സോ അത് ആന്ത്രോപ്പിക് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ള LLM-ൽ ആൾ മിനി LM എന്ന് പറയുന്നതാണ് ഞാൻ എംബഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ആൻഡ് ഇത് സോ ലെറ്റ് മീ സം ഇറ്റ് അപ്പ് ഇൻ ദിസ് വേ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താണ് മൊത്തത്തിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ഡിവൈസസൊക്കെ നേരിട്ട് റൗട്ടറിലേക്ക് റിക്വസ്റ്റ് വിടുന്നു. ഈ മൊബൈൽസും ടി വിയും അതർ IoT ഡിവൈസസ് എല്ലാം വന്നിട്ട് അവർക്ക് അവരുടെ മാനുഫാക്ചറേഴ്സ് ആരാണോ അവർക്ക് ഇഷ്ടം പോലെ ടെലിമെട്രി നേരിട്ട് റൗട്ടർ വഴി ഇൻ്റർനെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. സെക്കൻഡ് ലെവലിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പൈഹോൾ വെച്ചിട്ട് അതിനൊന്ന് ഫിൽട്ടർ ചെയ്തു. ഇപ്പോൾ ഡോനട്ട് ഹോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഡിവൈസസ് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഡൊമൈനിലേക്ക് റിക്വസ്റ്റ് പോകുന്നുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ LLM-ൻ്റെ സഹായത്തോടെ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഡോനട്ട് ഹോളിൽ വെച്ചിട്ട് നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഡോനട്ട് ഹോൾ ഒരു ഗ്രാവിറ്റി ലിങ്ക് തരും. ആ ലിങ്ക് വെച്ചിട്ട് പൈഹോൾ വന്നിട്ട് ഫർദർ റിക്വസ്റ്റിന് എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ഇത് ഇൻക്രിമെൻ്റലായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഓവർ എ പീരീഡ് ഓഫ് ടൈം യു വിൽ സീ there will be a considerable amount of drop in your tracking packages and targeted advertisements എല്ലാം അറ്റ്ലീസ്റ്റ് വീട്ടിലെ നെറ്റ്വർക്കിലെങ്കിലും കുറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ വൗച്ച് ഫോർ ഇറ്റ്. സോ ദിസ് ഈസ് വർക്കിംഗ് ലൈക്ക് എ ജെം. ഓക്കെ, ആൻഡ് എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അനദർ ലെയർ ഓഫ് സെക്യൂരിറ്റി ആഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ഡേറ്റ നമ്മുടെ അവകാശമാണെന്നുള്ളതും അത് നമ്മുടെ അനുവാദമില്ലാതെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഡിവൈസസ് റിക്വസ്റ്റ് വിടരുത് എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും. സോ ഇതിൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ലിങ്ക് ചെയ്യാം. സോ ഇതിനകത്ത് നിങ്ങൾ ആകെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്പോ സിങ്ക് ചെയ്യുക, ക്ലോൺ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലിടുക. എന്നിട്ട് ഈ എൻവയോൺമെൻറ്റ് ഫയൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പോസ്റ്റ്ഗ്രസിൻ്റെയും ബാക്കി LLM-ൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡൺ. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഡിപ്പെൻഡൻസീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഡോക്കർ കമ്പോസ് അപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം റണ്ണാവാൻ തുടങ്ങും. ആൻഡ് യു ക്യാൻ ഡയറക്ട്ലി യൂസ് ദ ആപ്ലിക്കേഷൻ ഫ്രം ദെയർ. ഓക്കെ, എക്സ്ട്രാ നിങ്ങൾ ഇതിനകത്ത് ഡോക്യുമെൻ്റ് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒലാമ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ഒലാമായി സെറ്റപ്പ് ചെയ്ത് അതിനകത്ത് ആൾമിനി LM-ഉം ഇടേണ്ടി വരും. ദാറ്റ്സ് ദ ഓൺലി തിങ് എക്സ്ട്രാ ദാറ്റ് യു ഹാവ് ടു ഡു. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഐ ക്യാൻ ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് വീഡിയോ അബൌട്ട് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എ ഡെവലപ്പർ യു ക്യാൻ
and you are interested in contributing to this project, you are most welcome. ഇതിനെ 4K PR ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്ത് വിൽ ഇൻ്റഗ്രേറ്റ് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ആൻഡ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റും ഇതിൻ്റെ വർക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് സ്റ്റാർ ചെയ്യാം. ദാറ്റ്സ് എ മോറൽ ബൂസ്റ്റ് ഫോർ മീ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിലും കാണുമല്ലോ ഏതെങ്കിലും ഒരു പ്രൈവസി ഭ്രാന്തൻ എന്നെ പോലെ. സോ അവർക്ക് ഇതിനെ ഷെയർ ചെയ്യുക. ദെൻ ഓഫ് കോഴ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് മീ എ ലോട്ട്. ഓക്കെ, ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ ബൂസ്റ്റിംഗ് മൈ ഓൺ മോട്ടിവേഷൻ. ഓക്കെ, അല്ല ഫിനാൻഷ്യലായിട്ടുള്ള ഇതൊന്നുമല്ല, ഒരു മോട്ടിവേഷൻ അത്ര തന്നെ. നമ്മൾ ചെയ്തു, ഓക്കെ, ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ എന്ന് തോന്നുന്നു. ഇഫ് ഐ മിസ് എനിത്തിങ് ഐ വിൽ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് അനദർ വീഡിയോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ലേറ്റ്. ലൈക്ക് എനിക്കറിയാം സാധാരണ വീഡിയോസിനേക്കാളും ഇത് ഇത്തിരി ലോങ്ങർ വെർഷനാണ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് റിക്വയർഡ് ഇറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സോ. ഓക്കെ, ആൻഡ് താങ്ക്സ് എവരി വൺ. സീ യു ലേറ്റർ. ബൈ ബൈ.